ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ആദ്യത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതുന്നത് നോക്കാം. നമുക്ക് രണ്ട് സെറ്റ് എടുക്കാം. സെറ്റ് എ ഈക്വൽ ടു 1 2 3, സെറ്റ് ബി ഈക്വൽ ടു 4 5. ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റു ചെയ്യലാണ്. അപ്പോൾ എ ഇൻറ്റു ബി അല്ല, എ ക്രോസ് ബി ഈക്വൽ ടു നമ്മൾ എയിലെ എലമെൻറ്റ്സ് ആദ്യം എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 × 4 1 5 2 4 2 5 3 4 3 5 എന്നിട്ട് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് വെക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എഴുതുക എന്ന് പറയുന്നത്. ഇവിടെ കിട്ടുന്ന ഒരു 2 എണ്ണം വരുന്ന കോർഡിനേറ്റ് കൊടുത്തതിനാണ് നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ ബിയിലെ എലമെൻ്റ് ആദ്യം വരണം. ഓക്കെ, ഇറ്റ് ഈസ് 4 1 4 2 4 3 5 1 5 2 5 3. ഓക്കെ, അത് ഇങ്ങനെ ചിന്തിക്കുക. എ എന്ന് പറയുമ്പോൾ 1 2 3, ബി എന്ന് പറയുമ്പോൾ 4 5. എ ക്രോസ് ബി എന്ന് പറയുമ്പോഴേക്കും 1 4 1 5 2 4 2 5 3 4 3 5. ബി ക്രോസ് എന്ന് പറയുമ്പോഴേക്കും 4 1 4 2 4 3 5 1 5 2 5 3. ഓക്കെ, അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എ ക്രോസ് ബിയുടെ ജനറൽ ഫോർമുല എഴുതാം. എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് വൈ ഇസ് എൻ എലമെൻറ്റ് ഓഫ് ബി. അതായത് എക്സ് വൈ എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ എടുത്താൽ ഇതിൽ എ ക്രോസ് ബിയിൽ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ എലമെൻറ്റ് എയിലെയും രണ്ടാമത്തെ എലമെൻറ്റ് ബിയിലെയും ആയിരിക്കും. അപ്പോൾ എ ക്രോസ് ബി എടുത്തപ്പോൾ എനിക്ക് നൾ സെറ്റ് എന്ന് കിട്ടിയാൽ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ എക്സ് പ്ലസ് 1 മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 6,7 എന്ന് കിട്ടിയെന്ന് ഓർത്തു. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ്സും കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ്സും സെയിം ആയിരിക്കും. ഇത് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 6-ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 6 - 1 5 ആയിരിക്കും. നമുക്ക് ലോജിക്കലി അറിയാം. y മൈനസ് 2 7 ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് 7 + 2 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് y. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഇവിടെ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് എലമെൻറ്റ് സെറ്റ് എ അത് എമ്മും നമ്പർ ഓഫ് എലമെൻറ്റ് സെറ്റ് ബി എന്നും ആണെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ് സെറ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് m × n ആയിരിക്കും. ഓക്കെ, അതൊരു റൂളാണ്. പിന്നെ എ ക്രോസ് ബി ഇൻഫിനിറ്റി കിട്ടിയാൽ ഒന്നെങ്കിൽ എ ഇൻഫിനിറ്റി ആവാം അല്ലെങ്കിൽ ബി ഇൻഫിനിറ്റി ആവാം. അപ്പോൾ നമ്മൾ ഓർഡർ പെയറാണ് പഠിച്ചത്. ഇനി ഓർഡർ ട്രിപ്ലറ്റ് നോക്കാം. അത് എ ക്രോസ് എ വരും. അതായത് എ എന്നുള്ളൊരു സെറ്റ് തന്നു, സെറ്റ് -1 1. ഓക്കെ, അതിൻ്റെ ഓർഡർ ട്രിപ്ലറ്റ് എഴുതാന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ വരും എ എ എ. അപ്പോൾ നമ്മൾ -1 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 1 -1 -1 -1 -1 1 -1 1 1 1 -1 -1 1 -1 1 1 1 -1 1 1 1. അപ്പോൾ 8 പെയർ കിട്ടും ഓർഡർ ട്രിപ്ലറ്റ് ആയിട്ട്. നമുക്ക് എഴുതാം -1 -1 -1 -1 -1 -1 -1 -1 -1 1 -1 1 -1 -1 1 -1 1 1 1 -1 -1 1 -1 1 1 1 1. ഇപ്പോൾ നമുക്ക് 8 പെയർ കിട്ടി. നമ്മളിതിന് കേർലി ബ്രാക്കറ്റ്സിലിട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എ ക്രോസ് എ കിട്ടി. അപ്പോൾ എ ക്രോസ് എയുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ ബി സി 3 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ എ ബി സി സച്ച് ദാറ്റ് എ ബി സി എലമെൻറ്റ് ഓഫ് എ. കെയും ബിയും സിയും എയിലെ എലമെൻ്റ് ആയിരിക്കും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ്. നമുക്ക് എ ക്രോസ് ബി എഴുതുമ്പോഴും ബി ക്രോസ് എഴുതുമ്പോഴും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ രണ്ടും എന്തല്ല, സെയിം അല്ല എന്ന് മനസ്സിലാക്കണം. ഇനി എന്താണ് ഒരു റിലേഷൻ എന്ന് നോക്കാം. നമ്മൾ എ ക്രോസ് ബി എടുത്തു, ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്ത് അതിൻ്റെ സബ്സെറ്റ്സിനെയാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് വൈ എന്ന ഒരു ഓർഡർ പെയർ എടുത്താൽ എക്സ് എന്ന് പറയുന്നത് വൈയുടെ പ്രീമേജും വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ
ഇമേജ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1 2 3. ഓക്കെ, അപ്പോൾ 1ൻ്റെ ഇമേജ് 2, 1ൻ്റെ ഇമേജ് 3, 2ൻ്റെയും പ്രീ ഇമേജ് ആയിരിക്കും 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ആരോ പോലെ വരച്ചാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാറ് റിലേഷൻസിന്. അപ്പോൾ അങ്ങനത്തെ ചെയ്യുന്നതിന് നമ്മൾ ആരോ ഡയഗ്രാം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നൊക്കെ പറയും. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ വരുന്നവരെയാണ് ഡൊമെയിൻ എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് സെറ്റിൽ വരുന്നവരാണ് ഡൊമെയിൻ. സെക്കൻഡ് സെറ്റിൽ വരുന്നവരാണ് റേഞ്ച്. ഓക്കെ, ആരോ വന്ന് വീഴുന്നവരൊക്കെയാണ് റേഞ്ച്. അല്ലാതെ സെക്കൻഡ് സെറ്റ് മുഴുവനായിട്ട് എടുക്കുന്നതിന് നമ്മൾ പറയുന്നവരാണ് കൊഡൊമെയിൻ. ഓക്കെ, കൊഡൊമെയിൻ. ഓക്കെ, ഫസ്റ്റ് സെറ്റിൽ ആ റിലേഷനിലുള്ള ആൾ ഡൊമെയിൻ, അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ റേഞ്ച്, സെക്കൻഡ് സെറ്റ് മൊത്തത്തിൽ പറയുന്ന പേരാണ് കോഡൊമെയിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൊമെയിൻ, ഇതാണ് ഇവിടുത്തെ റേഞ്ച്, ഇത് തന്നെയാണ് ഇവിടുത്തെ കോഡൊമെയിനും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു റിലേഷൻ പറയാം. റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും കോഡൊമെയിനിന് ഈക്വൽ ആവണമെന്നില്ല. ചിലപ്പോൾ ഈ സെറ്റ് ഇച്ചിരി വലുതായിട്ട് പോകാം, ഇത് രണ്ടെണ്ണം മാത്രമേ ആ റിലേഷനിലുള്ളെങ്കിൽ ബാക്കിയെല്ലാം റേഞ്ച് കോഡൊമെയിനായിട്ട് വരും. റേഞ്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമെയിൻ നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ എന്നുള്ള കാര്യം ഓർക്കണം. ഇനി നമ്പർ ഓഫ് റിലേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാനുള്ള ഇക്വേഷനാണ് 2m. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെറ്റ് എ എമ്മും നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെറ്റ് ബി എന്നും ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫോർ സബ്സെറ്റ്സ് 2mn ആയിരിക്കും. ഇനി നമുക്ക് ഒരു റിലേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഡൊമെയിനും റേഞ്ചും കോഡൊമെയിനും എഴുതാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് റിലേഷൻ എഴുതാം. റിലേഷൻ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർ പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x - y ഈക്വൽ ടു 0 x, y എലമെൻറ്റ് ഓഫ് എ. അതാണോ എ എന്ന് പറയുന്നത് 1 to 14 വരുന്ന ഒരു സെറ്റാണ്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ ആദ്യം എഴുതാം 3x - y ഈക്വൽ ടു 0. അപ്പോൾ മൈനസ് വൈന് ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൈ കിട്ടി. 3x - y ആണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എക്സ് വൈ. എക്സിന് ഞാൻ 1 കൊടുത്തു, അപ്പോൾ y 3 കിട്ടും. എക്സിന് ഞാൻ 2 കൊടുത്തു, y 6 കിട്ടും. എക്സിന് ഞാൻ 3 കൊടുത്തു, y 9 കിട്ടും. എക്സിന് ഞാൻ 4 കൊടുത്തു, y 12 കിട്ടും. എക്സിന് ഞാൻ 5 കൊടുത്തു, അപ്പം എനിക്ക് 15 കിട്ടും. ഓക്കെ, എലമെൻറ്റ് ഓഫ് എ ആയിരിക്കണം, എക്സ് എലമെൻറ്റ് ഓഫ് എ ആയിരിക്കും. 5 കൊടുത്താൽ എയിലുണ്ട്, പക്ഷെ y എലമെൻറ്റ് ഓഫ് എ ആവില്ല. കാര്യം 15 ഈ സെറ്റിൽ ഇല്ല. ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 15 എഴുതാൻ പാടില്ല. ഓക്കെ, 4 12 വരെ എഴുതിയിട്ട് നിർത്തുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂസാണ് ഇവിടുത്തെ ഡൊമെയിൻ. സോ ഇതാണ് ഇവിടുത്തെ ഡൊമെയിൻ, ഇതാണ് ഇവിടുത്തെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞ് നിരത്തി എഴുതുക 1 2 3 4. റേഞ്ച് എന്ന് പറഞ്ഞ് നിരത്തി എഴുതുക 3 6 9 12. കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് സെറ്റ് മൊത്തത്തിൽ. കാര്യം ഇത് എ എന്നുള്ള സെറ്റാണ്. ഓക്കെ, അപ്പോൾ മൊത്തം സെറ്റ് വരും 1 2 3 4 to 12 14 വരെ വരും. അതാണ് ഇവിടുത്തെ കോഡൊമെയിൻ. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഫംഗ്ഷൻ എന്ന് നോക്കാം. സെറ്റ് എക്ക് വേറൊരു സെറ്റ് എടുത്തു. ഓക്കെ, ഇപ്പോൾ എ ക്രോസ് ബി ആണെങ്കിൽ വേറൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ 2 സെറ്റ് എടുക്കാം. എ ബി സെറ്റ് 1 2 3 4. ഞാൻ ഇങ്ങനെ ഒരു ആരോ ഡയഗ്രാം വരച്ചു. അതായത് ഇതിലുള്ള ഒരെണ്ണത്തിന് സെക്കൻഡ് സെറ്റിൽ ഒരു ഇമേജ്, 2നും ഒരു ഇമേജ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനൊന്ന് എനിക്കൊന്ന്, അതാണ് ഫംഗ്ഷൻ്റെ ഒരു റൂൾ. അതായത് ഡൊമെയിനിൽ കിടക്കുന്ന ഒരാൾക്ക് 1, അയാൾക്ക് മറ്റൊരാൾക്ക് സെക്കൻഡ് സെറ്റിൽ അയാൾക്ക് 1. അതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊന്നും എടുക്കാം. എ ബി 1 2 3. ഓക്കെ, രണ്ടുപേർക്കും ഒരു ഒറ്റ ഇമേജ് ഉണ്ടായാലും മതി. ഓക്കെ, കാര്യം 1നും 2നും ഒറ്റ ഇമേജ് 3 ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, മൾട്ടിപ്പിൾ ഇമേജസ് പാടില്ല എന്നുള്ളൂ. ഒറ്റ ഇമേജ് ആവാം, ഒരു ഇമേജ് ആവാം. ഓക്കെ, അതുപോലെ വേറെ ഒരെണ്ണം കൊടുക്കുക. എ ബി, അത് 1 2 3 4. ഇത് ഫംഗ്ഷൻ അല്ല. കാര്യം 1ന് മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെയാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന വാല്യൂസാണ് നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത്. ഫംഗ്ഷനെ പൊതുവെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എഫ് ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ്. എഫ് ഓഫ് എക്സിനെ തന്നെ നമുക്ക് വൈ എന്നും പറഞ്ഞും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസിൻ്റെയൊക്കെ ഗ്രാഫൊക്കെ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഞാൻ എക്സിന് 1 കൊടുത്തു. അപ്പോൾ എനിക്ക് വൈ, ഇത് വൈ ആണ്, എക്സിന് വൈക്ക്. അപ്പോൾ എക്സിന് ഞാൻ 1 കൊടുത്തു, അപ്പോൾ y 0.
എഫിന് ഞാൻ 2 കൊടുത്തു, y3. എഫിന് ഞാൻ 3 കൊടുത്തു, അപ്പോൾ 1, 8. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് റിലേഷൻ വരും. അപ്പോൾ നമുക്ക് 0 കൊടുക്കുമ്പോൾ -1, -1 കൊടുക്കുമ്പോൾ 0, -2 കൊടുക്കുമ്പോൾ 3, -3 കൊടുക്കുമ്പോൾ 8. അപ്പോൾ ഇങ്ങനെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എഫിന് 0 കൊടുക്കുമ്പോൾ y -1. ഓക്കെ. എഫിന് 1 കൊടുക്കുമ്പോൾ 0, എഫിന് 2 കൊടുക്കുമ്പോൾ 3, എഫിന് ഓക്കെ. അപ്പോൾ അങ്ങനെ തന്നെ തിരിച്ചും വരും. എഫിന് -1 കൊടുക്കുമ്പോൾ y0, എഫിന് -2 കൊടുക്കുമ്പോൾ 3, എഫിന് -3 കൊടുക്കുമ്പോൾ 8. ഓക്കെ. അപ്പോൾ പോയിന്റ്സ് ജോയിൻ ചെയ്യിച്ച് വരയ്ക്കുക. അപ്പം ഇങ്ങനെയാവും ആ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ്, അതായത് 2 ഫംഗ്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ, ഈക്വൽ ടു പ്ലസ് ജി ഓഫ് എക്സ്. സെയിം റൂള്, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് മൈനസ് ജി ഓഫ് എക്സ്. ഓക്കെ. ഇനി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഗിവ്സ് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ. ഇപ്പോൾ ഇതാണ് ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ് വരുന്നത്. അപ്പോൾ എഫ് എക്സ് ടു വൈ ആയിരിക്കണം, ജിയും എക്സ് ടു വൈ തന്നെ ആയിരിക്കണം. അപ്പോൾ ഡൊമൈനും റേഞ്ചും ശ്രദ്ധിക്കുക. ഡൊമൈൻ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കും, റേഞ്ച് കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും. ഓക്കെ. അതായത് സെറ്റ് ഓഫ് പ്രീ ഇമേജസ് ആണ് ഡൊമൈൻ, അതാണ് ഇൻപുട്ട് വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. എക്സ് ആക്സിസിലെ വാല്യൂസ് ആയിരിക്കും, എക്സ് ആക്സിസ് ആണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇമേജസ് ആയിരിക്കും, ഔട്ട്പുട്ട് വാല്യൂ ആയിരിക്കും, കിട്ടുന്നതായിരിക്കും, വൈ ആക്സിസിലെ വാല്യൂസും ആയിരിക്കും. ഇനി ഈ ചാപ്റ്ററിൽ വരുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ഡിറ്റർമിനിങ് റേഞ്ച് ആൻഡ് ഡൊമൈൻ. അപ്പോൾ നമുക്ക് ഗ്രാഫുകളൊക്കെ നോക്കാം. ഈ ഗ്രാഫിൻ്റെ പേരാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അതായത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അതായത് ഇവിടെ വൈ കൊടുത്താൽ എക്സ് തന്നെയാണ് വൈ. അതായത് എക്സിന് 1 കൊടുത്താൽ y1, എക്സിന് 2 കൊടുത്താൽ y2, അങ്ങനെ ആയിട്ട് വരും. അപ്പോൾ അതാണ് ഈ ഗ്രാഫ്. എന്നിട്ട് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സാണ്. ഓക്കെ. ഇനി അടുത്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ. അത് 2 ഗ്രാഫ് ഉണ്ട്. ഒന്ന് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെ, മറ്റേത് എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ഇങ്ങനെ, വെള്ളച്ചാട്ടം പോലൊരു സിമ്പിള്. ബോത്ത് ഫംഗ്ഷൻസ് ആർ എഫ് ഫ്രം ആർ ടു ആർ. ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഓക്കെ. രണ്ടിൻ്റെയും ഡൊമൈൻ ആറും റേഞ്ച് 0 to ഇൻഫിനിറ്റിയുമാണ് കിട്ടുന്ന വാല്യൂസ്. ഓക്കെ. അതാണത്. ഇനിയുള്ളത് മോഡുലസ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു വി ഷേപ്പാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫിന് വരിക. ഇങ്ങനെയായിരിക്കും. യു പോലെയുള്ളത് എക്സ് സ്ക്വയറിൻ്റെ ആണ്, ഇത് വി പോലത്തെ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, മോഡുലസ് എക്സ്. അതായത് എന്ത് വാല്യൂ കൊടുത്താലും പോസിറ്റീവായി തിരിച്ചു തരുന്നതാണ് മോഡുലസ് വാല്യൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ 6. എല്ലാ നമ്പേഴ്സും കൊടുക്കാം, ഇൻപുട്ട് വാല്യൂ എല്ലാ നമ്പേഴ്സും കൊടുക്കാം. 0 ഇൻഫിനിറ്റി ഇടയ്ക്കാണ് ആൻസേഴ്സ് കിട്ടുക. ഓക്കെ. പിന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അതും എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ 6, റേഞ്ച് സെറ്റ് സി ആണ്. ഓക്കെ. കാര്യം ഇൻപുട്ടായിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് സി തന്നെയാണ് അതിൻ്റെ ഒരു സെറ്റ്. ഓക്കെ. ഇനിയുള്ളതാണ് റാഷണൽ ഫംഗ്ഷൻ. ഞാനിപ്പോൾ റാഷണൽ ഫംഗ്ഷനായിട്ട് എടുക്കുന്നത് 1/x ആണ്. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്, ആക്സിസോട് ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോകുന്നൊരു പോയിൻ്റാണ്. അതും എഫ് ഫ്രം ആർ ടു ആർ ആണ്. അത് എഴുതുന്നത് ഒരു ഫ്രാക്ഷൻ പോലെയാണ്. ഓക്കെ. അതായത് ഒന്നെങ്കിൽ നമുക്ക് പി എഫ് എക്സ് ബൈ ക്യൂ എഫ് എക്സ് എന്ന് എഴുതാം, ഓർ എഫ് ഓഫ് എക്സ് ബൈ ജി എഫ് എക്സ്. ഇപ്പോൾ ഫംഗ്ഷൻ പഠിച്ച സ്ഥിതിക്ക് എഫ് ഓഫ് എക്സ് ബൈ ജി എഫ് എക്സ് മതി, ഇത് ആവശ്യമില്ല. ഓക്കെ. അതായത് 2 ഫംഗ്ഷനുകളുടെ ഒരു ഫ്രാക്ഷൻ പോലെ റാഷണൽ ഫംഗ്ഷനെ എഴുതാനായിട്ട് സാധിക്കും. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനാണ് റാഷണൽ ഫംഗ്ഷൻ. അതിൽ പറയുന്ന ജി എഫ് എക്സ് അല്ലെങ്കിൽ ക്യൂ എഫ് എക്സ് 0 ആകാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഡൊമൈനും റേഞ്ച് എന്ന് പറയുന്നത് 6ൽ നിന്ന് സെറ്റ് 0 കുറച്ചതാണ്. ഓക്കെ. ഇനിയുള്ളതാണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും എഫ് ഫ്രം ആർ ടു ആർ തന്നെയാണ്.
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ആണ്. ഓക്കെ, അതിന് ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെയാണ്. 2 ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് -1, ഇത് 1. ഓക്കെ, അപ്പോൾ ഇതിന് ഡൊമൈൻ എന്ത് വാല്യൂസ് ഇട്ട് കൊടുക്കാം നമുക്ക്? ഡൊമൈൻ അപ്പോൾ റേഞ്ചാണ്, R തന്നെയാണ്. വാല്യൂ കിട്ടുന്നത് -1, 0, 1 ആണ്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് -1, 0, 1 ആണ് ഇതിൻ്റെ റേഞ്ച്. ഓക്കെ, ഇനിയുള്ളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഷോർട്ടായിട്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ GAF എന്ന് ഇട്ടു, പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ല, ഒരു ട്രിക്ക് പോലെ. അപ്പോൾ അതിൻ്റെ എഫ് ഫ്രം R to R ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബോക്സ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ വന്നിട്ട് റേഞ്ച് വന്നിട്ട് ഓൾ ഇൻറ്റിജേഴ്സും ആണ്, Z. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വന്ന് ഇങ്ങനെയാണ്. നോക്കാം, ഇങ്ങനെ ഒരു സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആയിട്ടുള്ള ബോക്സ് എക്സിന് വരുന്നത്. 0 to 1 കൊടുക്കുക, 1 വരുമ്പോഴേക്കും വട്ടം വരയ്ക്കുക. 1 to 2 കൊടുക്കുക, 2 വരുമ്പോൾ വട്ടം വരയ്ക്കുക. അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ആണ് ഈ ഗ്രാഫ് വരയ്ക്കുക. ഇനി ഒരു ഗ്രാഫ് പല രീതിയിൽ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ മോഡ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇങ്ങനെയുള്ള ഗ്രാഫ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇങ്ങനെ ആവാം. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഒറിജിനിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നേരെ തലതിരിഞ്ഞ് വരാം, ഒന്ന് താഴോട്ട് ഇറങ്ങും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ഗ്രാഫ് അതിൻ്റെ ഷിഫ്റ്റിങ് നടത്തുകയെന്ന് നോക്കാം. അപ്പോൾ ഡിറ്റർമിനിങ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ചെയ്യുമ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് പറ്റുന്ന വാല്യൂസ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസാണ് ഡൊമൈൻ. കോഡ് ഇൻപുട്ട് വാല്യൂ എക്സിന് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു. റേഞ്ച് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് കൊടുത്തു, അപ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച്. ഓക്കെ, എന്നാൽ നമ്മൾ ഔട്ട്പുട്ട് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റൂട്ടിൻ്റെ അകത്ത് ഡൊമൈൻ കാണാം. റൂട്ടിൻ്റെ അകത്ത് വന്നാൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. ഒരു ഫ്രാക്ഷൻ പോലെ വന്നു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, ഒരു ഫ്രാക്ഷൻ പോലെ വന്നാൽ ജി ഓഫ് എക്സ് 0 ആകാൻ പാടില്ല. എഫ് ഓഫ് എക്സ് ബൈ റൂട്ട് ജി ഓഫ് എക്സ് വന്നാൽ കോംപ്രമൈസ് ചെയ്ത് നോട്ട് ഈക്വൽ ടു 0, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകണം. ഇത്രയാണ് ഡൊമൈനിൻ്റെ ഒരു റൂൾസ് വന്നിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√x+3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതാണ് തേർഡ് സംഭവമാണ് നോക്കുന്നത്. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ √x+3 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഞാൻ ഇരുവശം സ്ക്വയർ ചെയ്തു, അപ്പോൾ റൂട്ട് പോയി. x+3 ഗ്രേറ്റർ ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ -3. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് -3ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ്. ഓക്കെ, അല്ലാത്ത വാല്യൂസ് വരുമ്പോഴേക്കും നെഗറ്റീവ് വരും. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസാണ് ഡൊമൈനിൽ കാണാം. അപ്പോൾ -3ക്കും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള വാല്യൂസ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റേഞ്ചിൻ്റെ ഇത് നോക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സിന് വേണം y റീപ്ലേസ് ചെയ്ത് ചെയ്യുക. y ഈക്വൽ ടു 1/√x+3. ഓക്കെ, അപ്പോൾ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ y ഇൻറ്റു √x+3 ഈക്വൽ ടു 1. അപ്പോൾ √x+3 ഈക്വൽ ടു 1/y. എക്സ് ഈക്വൽ ഞാൻ സ്ക്വയർ ചെയ്തു രണ്ട് സൈഡ്. അപ്പോൾ x+3 ഈക്വൽ ടു 1/1² y². ഈ എക്സ് ഈക്വൽ ടു 1/y² -3. ഞാനപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1 - 3y²/y². ഓക്കെ, അപ്പോൾ ഡൊമൈനിൻ്റെ റൂൾസുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും y² 0 ആകാൻ പാടില്ല. അപ്പോൾ വൈയും 0 ആകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് റേഞ്ച് ഈക്വൽ ടു R - set 0 ആയിരിക്കും. ഇങ്ങനെയാണ് റേഞ്ച് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നിന്നുള്ളത്. ഇനി നമുക്ക് ലീനിയർ ഇന്നെക്വാളിറ്റീസ് പഠിക്കാം. ലീനിയർ ഇന്നെക്വാളിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ഇത് നമുക്കറിയാം ലെസ് ദാൻ ആണ്, ഇത് ഗ്രേറ്റർ ദാൻ ആണ്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. നാലെണ്ണത്തിനാണ് ലീനിയർ ഇന്നെക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ലീനിയർ ഇന്നെക്വാളിറ്റീസ് 5 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ന്യൂമറിക്കലാണ്, അത് നമ്പേഴ്സ് വെച്ചിട്ട്. 5 ഗ്രേറ്റർ ദാൻ 3 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് ന്യൂമറിക്കൽ. ലീനിയർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4 ലീനിയർ ഇന്നെക്വാളിറ്റി ആണ്. ഡബിൾ ഇന്നെക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എക്സുമായിട്ട് 2 ഇന്നെക്വാളിറ്റി വരിക. 2
ഓക്കെ. അപ്പോൾ ഇത് 2 ലെസ് ദാൻ എക്സും വന്നു, 5 ലെസ് ദാൻ എക്സും. ഓക്കെ. അപ്പോൾ അതാണ് ഡബിൾ ഇൻഎക്വാളിറ്റി. സ്ട്രിക്റ്റ് ഇൻഎക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടും. ഓക്കെ. ഇപ്പോൾ എക്സ് പ്ലസ് 5 ലെസ് ദാൻ 5 ആണ് സ്ട്രിക്റ്റ് ഇൻഎക്വാളിറ്റി. അതേസമയം സ്ലാക്ക് ഇൻഎക്വാളിറ്റി എക്സ് പ്ലസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഇക്വേഷൻസ് 8ാം ക്ലാസ് ഇക്വേഷൻസ് എന്ന് പറയുന്ന പാഠം പഠിച്ചാൽ തന്നെ ചെയ്യാം. വലിയ ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിൾ എക്സസൈസസ് ആണ്. 30x ലെസ് ദാൻ 200. അപ്പോൾ ഞാൻ 13 ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എക്സ് ഇങ്ങനെ വരും. ഓക്കെ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 20/3. ഓക്കെ. ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ എക്സിന് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്താൽ 1 മുതൽ 6 വരെയുള്ളത് പറ്റും. അപ്പോൾ ഈ ഇൻഎക്വാളിറ്റി കറക്റ്റ് ആകും. ഓക്കെ. നാച്ചുറൽ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങ് ഇൻഫിനിറ്റി -ഇൻഫിനിറ്റി തൊട്ട് 6 വരെ വരാം. ഓക്കെ. 6 വരെ വരാം. വേറെ എക്സ് ബിലോങ്സ് ടു ഇൻറ്റീജർ, എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഈ എക്സ് റിയൽ നമ്പർ ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഇതായിട്ട് എഴുതണം, ഇൻ്റർവെല്ലായിട്ട് എഴുതണം. അതായത് -ഇൻഫിനിറ്റി മുതൽ 20/3 വരെ. ഓക്കെ. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി വേറൊരു കണക്ക് നോക്കാം. 5x - 3 ഗ്രേറ്റർ ദാൻ 3x + 1. ഓക്കെ. ഇതിൽ എക്സിനെ എല്ലാം ഒരു സൈഡിലേക്ക്, നമ്പേഴ്സിനെ എല്ലാം ഒരു സൈഡിലേക്ക്, ആ രീതിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 5x + 3x ഇങ്ങോട്ട് -3x ഗ്രേറ്റർ ദാൻ 1 + 3. 2x ലെസ് ദാൻ 4. എക്സ് ഈ ഇൻറ്റു 2 ഇങ്ങോട്ടുണ്ട്. അപ്പോൾ /2. അപ്പോൾ 4/2. എക്സ് ലെസ് ദാൻ 2 എന്ന് വരും. ഓക്കെ. ഇനി ഇത് ഫസ്റ്റ് റൂളാണ്, അല്ല ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് വേണ്ടവർക്ക് അതും ചെയ്യാം. 5x - 3 3x + 1 എന്നാണല്ലോ. ഇവിടത്തെ -3ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു +3 കൊടുക്കുക, ഇവിടെയും +3 കൊടുക്കുക. ഓക്കെ. അപ്പോൾ 5x ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ 3x + 4. ഓക്കെ. എന്നിട്ട് ഞാൻ 3xന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 5x - 3x ഗ്രേറ്റർ ദാൻ 2x ലെസ് ദാൻ 4, x ലെസ് ദാൻ 4/2. ഓക്കെ. രണ്ടായാലും ഉത്തരം സെയിം തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ചെയ്യാം. ഓക്കെ. പിന്നെ വേറെ ടൈപ്പ് ഒരെണ്ണം കൂടി ചെയ്യാം. നെഗറ്റീവ് വരുന്നത് 3x - 2 ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 2 - x. ഓക്കെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3x - 6 3 × x 3x 3 × 2 - 6 ദാൻ ഓർ ഈക്വൽ ടു 10 - 5x 5 × 10 5 × x 5x. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാം. 3x - 5x. ഓക്കെ. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഗ്രേറ്റർ ദാൻ 10 + 6. ഓക്കെ. അപ്പോൾ -2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടിനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലീനിയർ ഇൻഎക്വാളിറ്റീനെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഎക്വാളിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിയും. ഓക്കെ. അപ്പോൾ ഞാൻ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ടിടത്തും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ നമ്പേഴ്സിൻ്റെ സ്ലാക്ക് ഇൻഎക്വാളിറ്റി ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രാക്ഷൻസിൻ്റെയും ചെയ്യാൻ കിട്ടും. ഫ്രാക്ഷൻസിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് ഉള്ള ടേംസിനെ ഒരു സൈഡിലോട്ട് അറേഞ്ച് ചെയ്യുക, നമ്പേഴ്സിനെല്ലാം മറ്റു സൈഡിലേക്ക് അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഇൻഎക്വാളിറ്റി സോൾവ് ചെയ്യുക. നെഗറ്റീവ് വരുവാണെങ്കിൽ ഇൻഎക്വാളിറ്റി നേരെ ഓപ്പോസിറ്റ് ആകും. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ നിന്ന് വേർഡ് പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞിരിക്കുക. അറ്റ്ലീസ്റ്റ് എന്ന് കണ്ടാൽ ഈ സിമ്പിളാണ്. ഓക്കെ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേണം ഇൻഎക്വാളിറ്റി ഇടാൻ. മാർക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലീനിയർ ഇൻഎക്വാളിറ്റീസ് എന്നുള്ളത്. ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ വീഡിയോ മുൻപ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതിൽ പറയാത്ത പോർഷൻ തൊട്ട് പറയാം. മോഡുലസ് ഓഫ് എ റിയൽ നമ്പർ, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. മോഡുലസ് എന്ന് പറയുമ്പോഴേക്കും വാല്യൂ ആണ്. അപ്പോൾ mod z ഈക്വൽ ടു √a² + b² a + ib അല്ലെങ്കിൽ a - ib ഫോമാറ്റിലായിരിക്കും കോംപ്ലക്സ്. അപ്പോൾ മോഡുലസ് കണ്ടു. ഓക്കെ. അതിൻ്റെ വാല്യൂ എടുക്കലാണ് മോഡുലസ്. അതിന് കോഞ്ചുഗേറ്റ്, ഇപ്പോൾ z ബാർ എന്നാണ്. z കോഞ്ചുഗേറ്റ് ഈക്വൽ ടു a + ib ആകുമ്പോൾ a - ib, a - ib ആണെങ്കിൽ a + ib, നേരെ സൈൻ തിരിച്ചിടുക എന്നുള്ളൂ. അപ്പോൾ
അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പറാണ് z റേസ് ടു -1 വരുന്നത് z⁻/mod z² ആണ്. ഇനി അതിൻ്റെ കുറച്ച് റൂൾസ് നോക്കാം. mod z1 z2 ഈക്വൽ ടു mod z1 ഇൻറ്റു mod z2. ഓക്കെ, ജസ്റ്റ് പിരിച്ചെഴുതിയെന്നുള്ളൂ. ഫ്രാക്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, ഇനി ബാറ് തിരിച്ചിട്ട് കൊടുക്കുന്നു. അപ്പോൾ z1 z2 1 ബാർ ഇൻറ്റു z2 ബാർ. ഓക്കെ, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിനും. z1 ± z2 കോൺജുഗേറ്റ്. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോഴേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ z1 ± z2. അടുത്ത റൂള് z1/z2 കോൺജുഗേറ്റ് ഈക്വൽ z1ൻ്റെ കോൺജുഗേറ്റ് ബൈ z2യുടെ കോൺജുഗേറ്റ്. ഓക്കെ, ഇത്രയാണ് അതിൽ നിന്ന് വരുന്ന റൂൾസ്. ഇനിയുള്ളതാണ് ആർഗൻഡ് പ്ലെയിൻ. ആർഗൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലെയിൻ ആണ് ആർഗൻഡ് പ്ലെയിൻ. ഓക്കെ, അതിനെ കോംപ്ലക്സ് പ്ലെയിൻ എന്നും പറയും. നമ്മുടെ ആക്സിസ് തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അതൊക്കെ എഴുതുന്ന ആക്സിസ് തന്നെയാണ് സംഭവം. ഇവിടെ z ഈക്വൽ ടു x + iy ആയിരിക്കും. ഓക്കെ, നമ്മളെ ഓർഡേഡ് പെയർ xy എന്ന് എഴുതുന്ന പോലെ ഇവിടെ z ഈക്വൽ ടു x + iy എന്നാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ മോഡൽസ് എന്ന് പറയുന്നത് x² + y² റൂട്ടായിരിക്കും. ഓക്കെ, നമുക്ക് 2 + 3i എന്നുള്ളതാണ് ആർഗൻഡ് പ്ലെയിനിൽ മാർക്ക് ചെയ്യണമെങ്കിൽ 2x ആക്സിസിൽ എടുക്കുക, 3y ആക്സിസിൽ എടുക്കുക. അപ്പോൾ ഇതായിരിക്കും 2 + 3i. ഇത് -2 + 3i, ഇത് -2 - 3i, ഇത് 2 - 3i. ഓക്കെ, അപ്പോൾ അതായിരിക്കും സംഭവം. അപ്പോൾ ഇതിൻ്റെ നേരെ മിറർ ഇമേജ് ആണ് അടിയിൽ വരുന്നത്. അപ്പോൾ ഇത് x + iy ആണെങ്കിൽ ഇത് x - iy ആയിരിക്കും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് അതിനെ മിറർ ഇമേജ് എന്ന് പറയും. ഫസ്റ്റ് കോർഡിനേറ്റിൻ്റെ ആ കോംപ്ലക്സ് കോർഡിനേറ്റിൻ്റെ നേരെ മിറർ ഇമേജ് ആണ് അതിൻ്റെ അടിയിൽ വരുന്നത്, x - iy. അല്ലെങ്കിൽ നമുക്ക് ഇത് xy ആണെങ്കിൽ ഇത് x - y. ഓക്കെ, നമ്മൾ അതാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. ഇതിൽ ഇതായിരിക്കും റിയൽ ആക്സിസ്. കാര്യം 2 + 3യിൽ 2 ആണ് റിയൽ പാർട്ട്, അത് വന്നിരിക്കുന്നത് എക്സിൽ നിന്നാണ്. അപ്പോൾ എക്സ് ആയിരിക്കും റിയൽ ആക്സിസ്, y ആയിരിക്കും ഇമാജിനറി ആക്സിസ്. കാര്യം i വന്നു. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ y 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് a + i0 എന്ന് എഴുതാം ഈ എക്സ് ആക്സിസിലെ പോയിന്റിന്. y ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് x 0 ആയിരിക്കും. അപ്പോൾ 0 + ib ആയിരിക്കും. ഇത്രയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് എഴുതി, കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എഴുതി, ലീനിയർ ഇനെക്വാളിറ്റീസിൽ നിന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എഴുതി. അപ്പോൾ നമ്മൾ 3 ചാപ്റ്റേഴ്സാണ് ഒരൊറ്റ വീഡിയോ വഴിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.